ചെറ്റക്കുടിലിൽ രാത്രി അച്ഛനമ്മമാർക്കൊപ്പം കിടന്നുറങ്ങിയ 13കാരി. അർദ്ധരാത്രി ആ കുട്ടി കണ്ണു തുറന്നപ്പോൾ മേൽക്കൂരയിൽ കണ്ട കാഴ്ചയിൽ പകച്ചു പോവുകയാണ്. എന്താണ് അവൾ അവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ സേലത്തുള്ള സുന്ദരപുരത്തെ കാട്ടുകൊട്ടെ എന്ന ഒരു മനോഹരമായ ചെറിയ ഗ്രാമം. അവിടെയാണ് സാമിവേലും അയാളുടെ ഭാര്യ ചിന്നപ്പെണ്ണും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി പഠിച്ച് നേഴ്സായി അകലെയുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ദമ്പതികൾ കൂലിപ്പണി ചെയ്താണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വളരെ ദരിദ്ര കുടുംബം. ഒരു തരി പോലും വിദ്യാഭ്യാസമില്ലാത്ത സാമിവേലും ചിന്നപ്പെണ്ണും തങ്ങൾക്കോ വിദ്യാഭ്യാസമില്ല, ആ അവസ്ഥ തങ്ങളുടെ മക്കൾക്ക് വരാൻ പാടില്ല എന്ന് കരുതി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം എന്ന ആഗ്രഹത്തിലാണ് ജീവിച്ചിരുന്നത്. ഇളയ കുട്ടിയുടെ പേര് രാജലക്ഷ്മി. രാജലക്ഷ്മി പഠിക്കാൻ ബഹുമിടിക്കുകയായിരുന്നു. ഇവരുടെ വീട് എന്ന് പറയുന്നത് ഒരു ചെറ്റക്കുടിലാണ്. അവിടെ ഇപ്പോൾ സാമിവേലും ചിന്നപ്പെണ്ണും രാജലക്ഷ്മിയും മാത്രമാണ് ഉള്ളത്. മൂത്ത കുട്ടി മാസത്തിൽ 1 തവണ ലീവിന് വന്നു പോകും. ഇവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു പണക്കാര കുടുംബം താമസിച്ചിരുന്നത്. അവിടുത്തെ താമസക്കാരാണ് ദിനേശും ശാരദയും. ഇവരുടേത് ഒരു പ്രേമവിവാഹമായിരുന്നു. ഇവർക്ക് 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ട്. പണക്കാരാണെങ്കിലും ശാരദയ്ക്ക് ചിന്നപ്പെണ്ണ് എന്ന് വച്ചാൽ വലിയ കാര്യമാണ്. കൂലിപ്പണി കഴിഞ്ഞ ശേഷം ശാരദയുടെ വീട്ടിലെ പുറം പണിക്ക് ചിന്നപ്പെണ്ണ് അവിടെ പോകുമായിരുന്നു. ശാരദയുടെ വീടിന് പുറത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളം എടുത്തോളാൻ ശാരദ ചിന്നപ്പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ചിന്നപ്പെണ്ണും രാജലക്ഷ്മിയും ആവശ്യത്തിനുള്ള വെള്ളം ആ പൈപ്പിൽ നിന്നുമാണ് പോയി എടുത്തിരുന്നത്. മാത്രമല്ല ശാരദയുടെ വീടിന് മുറ്റത്ത് ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അതിൽ നിന്നും പൂ പറിക്കാനും ഒക്കെ രാജലക്ഷ്മിക്ക് ശാരദ അനുവാദം കൊടുത്തിരുന്നു. രാജലക്ഷ്മിയോട് ശാരദ ഒരു ദിവസം പറയുകയാണ്, എൻ്റെ 2.5 വയസ്സുള്ള മോന് കളിക്കാൻ ആരും കൂട്ടില്ല, നീ അവനൊപ്പം കളിക്കുമോ? എങ്കിൽ അവന് വലിയ സന്തോഷമാകും. അത് കേട്ട രാജലക്ഷ്മി ഡെയിലി വൈകുന്നേരം ഈ ഒരു 2.5 വയസ്സായ കുട്ടിക്കൊപ്പം കളിക്കാൻ പോകും. ശാരദയുടെ ഈ നല്ല മനസ്സിനെ പറ്റി സാമിവേലുവിനും ചിന്നപ്പെണ്ണിനും വലിയ മതിപ്പായിരുന്നു. അങ്ങനെ നല്ല സഹകരണത്തോടെ ഈ 2 കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഈ കുടുംബം തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1 പണം, 2 ജാതി. കാശിനേക്കാളും തൊട്ടാൽ പൊള്ളുന്ന പ്രശ്നം ജാതിയായിരുന്നു. സാമിവേലുവിനേക്കാളും ഉയർന്ന ജാതിയുള്ളവനാണ് ദിനേശ്. എത്രയൊക്കെ സഹകരിച്ചിരുന്നെങ്കിലും ശാരദ എല്ലാ സഹകരണവും വീടിന് മുറ്റം വരെ നിർത്തിയുള്ളൂ. ഒരു ലിമിറ്റ് വച്ചിരുന്നു. അവരുടെ വീടിനകത്ത് ചിന്നപ്പെണ്ണിനും മകൾക്കും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇത് ചിന്നപ്പെണ്ണും സാമിവേലും രാജലക്ഷ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാരാണ്, നമുക്ക് എത്ര സ്വാതന്ത്ര്യം തന്നാലും നമ്മൾ അവരുടെ വീടിനകത്തോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ രാജലക്ഷ്മി കളിക്കാൻ മുറ്റത്തല്ലാതെ ആ നട പോലും ചവിട്ടില്ല. ഒരു ദിവസം ആയുധ പൂജയുടെ അന്ന് വൈകുന്നേരം രാജലക്ഷ്മി ശാരദയുടെ മകനുമായി മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ദിവസം ആയുധ പൂജ ആയതുകൊണ്ട് ശാരദ അമ്പലത്തിൽ പോയിരുന്നു. ഈ തക്കം നോക്കി ദിനേശ് രാജലക്ഷ്മിയെ വലിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇവർ ഒരു പാവപ്പെട്ട കുടുംബം, ജാതിയിൽ താണവർ. അപ്പോൾ ഇവരെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധൈര്യമാണ് ദിനേശിനുണ്ടായിരുന്നത്. ആ 13കാരിയെ ഉപദ്രവിക്കാൻ വീട്ടിനകത്തേക്ക് അവൻ കൊണ്ടുപോവുകയാണ്. എന്നാൽ രാജലക്ഷ്മി എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങി ഓടി. വീട്ടിലെത്തിയ രാജലക്ഷ്മി ഒരു ദിവസം മുഴുവൻ ഇക്കാര്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കുമോ, ദിനേശുമായി വഴക്കിടുമോ എന്നൊക്കെ ആലോചിച്ച് പേടിച്ചിരുന്നു. എന്നാൽ മകളുടെ മുഖത്തെ വ്യത്യാസം കണ്ട സാമിവേലു മകളോട് കാര്യങ്ങളൊക്കെ തിരക്കി. ആ സമയം രാജലക്ഷ്മി കരഞ്ഞുകൊണ്ട് നടന്ന സംഭവം അച്ഛനോട് പറയുകയാണ്. സാമിവേലു എല്ലാം കേട്ട് ഞെട്ടിപ്പോയി. എന്നാൽ അയാൾ മകളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദയവ് ചെയ്ത് നീ ഇതാരോടും പറയരുത്. നീ പറഞ്ഞാലും ഇതാരും വിശ്വസിക്കില്ല. കാരണം നമ്മളെക്കാളും എല്ലാ രീതിയിലും ഉയർന്നവരാണ് അവർ. പോലീസ് പോലും അവർക്കൊപ്പമേ നിൽക്കൂ. നിന്നെ മോശക്കാരിയായിട്ട് അവർ കേസെടുക്കും. അതുകൊണ്ട് നീ ഒന്നും മിണ്ടരുത്. ഞാൻ പോയി ദിനേശുമായി സംസാരിച്ചോളാം. ഇനി ഒരു പ്രശ്നവും നിനക്ക് ഉണ്ടാകില്ല എന്ന് സാമിവേലു മകളോട് പറഞ്ഞു. അതിനുശേഷം രാജലക്ഷ്മി ശാരദയുടെ വീട്ടിലേക്ക് പോകാതെ ഇരിക്കുകയാണ്. ഇത് ശാരദ ശ്രദ്ധിച്ചു.
ജോലിക്ക് ചെന്ന ചിന്നപ്പെണ്ണിനോട് രാജലക്ഷ്മി ഇപ്പോൾ എന്താണ് ഇങ്ങോട്ടൊന്നും വരാത്തത്? അവൾ കുഞ്ഞിനൊപ്പം കളിക്കാനും വരുന്നില്ലല്ലോ, പൂ പറിക്കാനും കാണാനില്ല, അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് ശാരദ പറഞ്ഞു. വീട്ടിൽ ചെന്ന ചിന്നപ്പെണ്ണ് രാജലക്ഷ്മിയോട് ശാരദ തിരക്ക് വിവരം അറിയിക്കുകയാണ്. പിറ്റേ ദിവസം രാജലക്ഷ്മിയെ ചിന്നപ്പെണ്ണ് അങ്ങോട്ട് പറഞ്ഞുവിടാൻ നോക്കിയപ്പോൾ രാജലക്ഷ്മി പറഞ്ഞത്, അമ്മ കൂടെ വരാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്നായിരുന്നു. അങ്ങനെ ചിന്നപ്പെണ്ണിനൊപ്പം രാജലക്ഷ്മി അവിടെ പോകുകയും കളിക്കുകയും ഒക്കെ പഴയതുപോലെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ ഒരു പരിപാടിക്ക് വേണ്ടി രാജലക്ഷ്മി ശാരദയുടെ പൂന്തോട്ടത്തിൽ നിന്നും പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൂ കെട്ടിക്കൊണ്ടിരുന്ന നൂല് തീർന്നത്. ചിന്നപ്പെണ്ണ് ശാരദയുടെ വീട്ടിൽ പോയി നൂല് വാങ്ങിക്കൊണ്ടുവരാൻ രാജലക്ഷ്മിയെ പറഞ്ഞു വിട്ടു. നൂല് വാങ്ങാനായി അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം രാജലക്ഷ്മിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വീട്ടിൽ അപ്പോൾ ശാരദ ഇല്ല, ദിനേശ് മാത്രമാണുള്ളത്. ദിനേശ് അപ്പോഴും രാജലക്ഷ്മിയുടെ കൈ പിടിച്ച് വലിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോയി അവളെ ഉപദ്രവിക്കാൻ ശ്രമം നടത്തി. ഇത്തവണയും രാജലക്ഷ്മി ദിനേശിൻ്റെ കയ്യിൽ നിന്നും കുതറിയോടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ ചിന്നപ്പെണ്ണ് കാര്യം തിരക്കി. രാജലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായതും എല്ലാം പറഞ്ഞു. സാമിവേലു എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് രാജലക്ഷ്മിയോട് ചിന്നപ്പെണ്ണും പറഞ്ഞത്. അച്ഛൻ വന്നിട്ട് നമുക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ചിന്നപ്പെണ്ണ് മകളെ സമാധാനപ്പെടുത്തി. ഇതേ സമയം ദിനേശിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അയാൾ പലതും ചിന്തിക്കുകയാണ്. നമ്മളെക്കാളും താഴെ കിടക്കുന്ന ഇവറ്റകൾക്ക് ഇത്ര അഹങ്കാരമോ? ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ഈ പെണ്ണിന് എന്താണ് കുഴപ്പം? ഇത്തവണ ഈ പെണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ, ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിച്ച് ദിനേശിൻ്റെ മനസ്സ് ആളിക്കത്താൻ തുടങ്ങി. അന്ന് രാത്രി ജോലി കഴിഞ്ഞെത്തിയ സാമിവേലുവിനോട് ചിന്നപ്പെണ്ണ് കാര്യങ്ങളെല്ലാം പറയുകയാണ്. സാമിവേലുവിന് വീണ്ടും അവൻ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പേടിയേക്കാളും ദേഷ്യമാണ് വന്നത്. അയാൾ പഞ്ചായത്തിൽ ഇക്കാര്യം പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ എന്ന് പറയുന്നു. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കാമെന്ന് ഭാര്യയെയും മകളെയും അയാൾ സമാധാനപ്പെടുത്തി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് മകൾക്കൊപ്പം ആ ഒറ്റ മുറിയിൽ ഉറങ്ങിക്കിടന്ന സാമിവേലുവും ചിന്നപ്പെണ്ണും അർദ്ധരാത്രി ആയപ്പോൾ രാജലക്ഷ്മി തട്ടി ഉണർത്തുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ രാജലക്ഷ്മി തട്ടി ഉണർത്തി കണ്ണ് തുറന്നു നോക്കി അവർ നോക്കുമ്പോൾ രാജലക്ഷ്മി മേലിലോട്ട് വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. മേൽക്കൂരയിലോട്ട് നോക്കി ആ കുടുംബം കാണുന്നത് ഓല പൊളിച്ച് ഒരാൾ താഴോട്ട് നോക്കിയിരിക്കുന്നു. അത് ദിനേശായിരുന്നു. എല്ലാവരും കണ്ടതോടെ ദിനേശ് അവിടെ നിന്നും താഴെ ഇറങ്ങി വീട്ടിലേക്ക് നടന്നുപോയി. സാമിവേലുവും കുടുംബവും ശരിക്കും ഇതോടെ ഭയപ്പെട്ടു. അവിടെ തൻ്റെ മകൾ സുരക്ഷിതയല്ല എന്ന് ആ അച്ഛനമ്മമാർക്ക് ബോധ്യമായി. പിറ്റേ ദിവസം സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന രാജലക്ഷ്മി അമ്മയ്ക്കൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നു. 2 പേരും ആ ദിവസം ശാരദയുടെ വീട്ടിലേക്ക് പോയില്ല. ആ വീടിൻ്റെ തിണ്ണയിൽ ചിന്നപ്പെണ്ണും രാജലക്ഷ്മിയും ഇരിക്കുകയാണ്. കുടിച്ച് മത്തനായിട്ട് ദിനേശ് അവിടെ എത്തി. ആ സമയം സാമിവേലു ഇല്ലായിരുന്നു. രാജലക്ഷ്മിയുടെ കൈയിനെ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ദിനേശ് ശ്രമിക്കുകയാണ് അമ്മയുടെ മുന്നിൽ വച്ച്. എന്നാൽ ചിന്നപ്പെണ്ണ് ബഹളം വച്ചതിനെ തുടർന്ന് അയാൾ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചുപോയ ദിനേശിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അയാൾ നേരെ ഒന്ന് ഇരുട്ടിയതും, അതായത് ഒരു 7 മണിയോടെ വീട്ടിൽ നിന്നും വലിയൊരു അരിവാളുമായിട്ട് ചിന്നപ്പെണ്ണിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അകത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന രാജലക്ഷ്മി എന്ന ആ 13കാരിയുടെ കഴുത്തിന് പിന്നിൽ അയാൾ അരിവാൾ വീശി. തല ശരീരത്തിൽ നിന്നും വേർപെട്ട് വീണു. ഇത് കണ്ട് ചിന്നപ്പെണ്ണ് അലറി വിളിക്കുകയാണ്. അപ്പോൾ ദിനേശ് ചിന്നപ്പെണ്ണിനെ പിടിച്ചു തള്ളിയ ശേഷം തറയിൽ കിടന്ന രാജലക്ഷ്മിയുടെ തല, അതായത് മുടിയോടുകൂടി എടുത്ത് നേരെ സ്വന്തം വീട്ടിലേക്ക് നടക്കുകയാണ്. മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് ആ തലയുമായിട്ട് ഇയാൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് നാട്ടുകാരൊക്കെ വീടിന് മുറ്റത്തോടു കൂടി ഈ കാഴ്ചയും കാണുകയാണ്. മുടിയോടെ പിടിച്ച് തലയുമായി ചെന്ന ഭർത്താവിനെ കണ്ട് ശാരദ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവറ്റകളുടെ രക്തം നമ്മുടെ വീടിനകത്ത് പോലും വിടാൻ പാടില്ല. ആ തലയെ എവിടെയെങ്കിലും അങ്ങ് എറിഞ്ഞ് കളഞ്ഞിട്ട് കുളിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി. ഇത് കേട്ട ദിനേശ് ആ കുട്ടിയുടെ തലയെ തൂക്കി ദൂരോട്ട് എറിയുകയാണ്. സംഭവം അറിഞ്ഞ് സാമിവേലുവും വന്ന് മകളുടെ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞു. അല്ലാതെ ആ മാതാപിതാക്കൾക്ക് അപ്പോഴൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ശാരദയ്ക്ക് നന്നായിട്ടറിയാം ഇത് കൊലപാതകമായതുകൊണ്ട് കുടുങ്ങുമെന്ന്.
അവൾ ഉടനെ സ്വന്തം അനിയനെയും കൂട്ടി ദിനേശിനെ ആത്തൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന ശാരദ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവിൻ്റെ മനോനില ശരിയല്ല സാർ. തഞ്ചാവൂരിൽ പോയി വന്ന ശേഷം ബാധ കയറിയതുപോലെയാണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ മകനെയും അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ജോലിക്കാരിയുടെ മകളെയും കൊന്നുവെന്ന്. ഭർത്താവ് മനോരോഗിയെന്ന് വരുത്തി അയാളെ ഈ കേസിൽ നിന്നും രക്ഷിക്കാമെന്നാണ് ആ സ്ത്രീ വിചാരിച്ചത്. എന്നാൽ നാട്ടുകാരെല്ലാം ഈ സംഭവമൊക്കെ കണ്ടതോടെ അക്രമാസക്തരായി തീർന്നിരുന്നു. ഇത് വലിയ ഒരു ആളിക്കത്തലിലേക്ക് നാട് മാറുമെന്ന് മനസ്സിലാക്കിയ DSP നേരിട്ട് വന്നിട്ട് ആൾക്കാരെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. DSPയുടെ അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും ദിനേശിനെതിരെ കിട്ടി. അവൻ്റെ ജാതി ഹുങ്കു ഒന്നാണ് ഈ ഒരു ക്രൈമിന് അവനെ നയിച്ചതെന്ന് DSPക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പോക്സോ നിയമപ്രകാരം തന്നെ ദിനേശിനെ അകത്താക്കി 4 വർഷം കേസ് നടത്തിയ ശേഷം 2022 ഏപ്രിലാണ് ദിനേശിന് വധശിക്ഷ കോടതി വിധിച്ചത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം.